ബിവോക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പേപ്പർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് 4 ചാപ്റ്റർ 1 ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ യൂണിറ്റ് വരുന്നത് മാനേജിങ് ഗ്രോത്ത് ഇൻ സ്മോൾ ബിസിനസ്സസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, രണ്ട് എങ്ങനെയാണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ എവിടെ നിന്ന് വേണം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട്, ഓൺട്രപ്രണറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള എംപ്ലോയീസിൻ്റെ സോഴ്സസ് എവിടെ നിന്നാണ്, പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ്, നമ്മുടെ കമ്പനിക്കാണെങ്കിലും ബിസിനസ്സിൽ വരുന്ന എന്തെങ്കിലും റിസ്ക്കുകൾക്ക് വരുന്ന മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് വരുന്നത് HR മാനേജ്മെൻറ്റ് എലുസിഡേറ്റ് ചെയ്യുക, അറിയാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അതുപോലെ ഓർഗനൈസേഷണൽ കൾച്ചർ, അതുപോലെ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ആ ഒരു ഓർഗനൈസേഷന് വേണ്ടൊരു രീതികളുണ്ടല്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ അതിൻ്റേതായുള്ള രീതികൾ, അതൊക്കെയാണ് ഈ ഓർഗനൈസേഷണൽ കൾച്ചറിൽ വരുന്നത്. പിന്നെ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, നല്ലൊരു നീറ്റായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്തിൽ വേണം, ബിസിനസ്സിന് വേണം. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പറയാം. സ്മോൾ ബിസിനസ് എന്താ പറയുക, മാർക്കറ്റിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ഓൾറെഡി മുന്നത്തെ യൂണിറ്റുകളിൽ നമ്മളത് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് സ്മോൾ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്ക് റവന്യൂസ്, പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ സ്മോൾ ബിസിനസ്സിൻ്റെ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് പല രീതിയിൽ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കാം. ബിസിനസ് ഗ്രോത്ത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൽ വളരെ മിനിമലായിട്ടുള്ള കോസ്റ്റിന് ഐഡിയാസ് ആണെങ്കിലും ടെക്നിക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഇൻകം നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയണത്. അതുപോലെ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ ലീഡർഷിപ്പ്, അതായത് മുൻനിരയിൽ വന്നുകൊണ്ട് അതിനെ മുന്നിലേക്ക് നയിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് പറ്റും എന്നുള്ളതാണ് പറയണത്. ഓൺട്രപ്രണർഷിപ്പ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ സൈസ്, ബിസിനസ്സിൻ്റെ എത്ര വളർച്ച അല്ലെങ്കിൽ സൈസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ അതിൻ്റെ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എത്രയാണ്, ഇപ്പോൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് മാക്സിമം ആയിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് റോൾസ് വ്യത്യാസം വരുന്നത്. ഒരു ബിസിനസ് ഇപ്പോൾ ഒരു ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അൺസർട്ടനിറ്റീസ്, അതായത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കൺഫ്യൂസിങ് ആയിരിക്കും. ദെൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ, ഇപ്പോൾ ഇത് ഞാൻ 10 ഇപ്പോൾ ഒരു മോമോ ഷോപ്പാണെങ്കിൽ ഞാൻ ഈ ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്കൊരു 10 ഔട്ട്ലെറ്റെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ വേണം, അതെൻ്റെ ഒരു ടാർഗറ്റാണ്. സോ അതിന് വേണ്ട ഒരു ഫോക്കസ്, അത് ഒരു വിഷൻ, അത് ലീഡർഷിപ്പിന് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് കൂടുതൽ ലീഡർഷിപ്പ്, ക്വാളിറ്റി ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പിന് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് മെയിനായിട്ട് ഫ്യൂച്ചറിലേക്ക് എന്നുള്ളൊരു ചിന്ത കൂടി മാർക്ക് വേണം. ഈ പറഞ്ഞിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഓൺട്രപ്രണേഴ്സിന് ആവശ്യമാണ്. ഓക്കെ, ഇനി ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള കൾച്ചറിനെ ഷേപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയണത്. കൈൻഡ് ഓഫ് ഒരു സൈലൻ്റ് ടീച്ചറാണ്. എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാം എന്നുള്ളത് വരുന്നത് ലീഡേഴ്സിൻ്റെ കയ്യിലാണ്. ഒരു ബിസിനസ് നല്ല രീതിയിൽ വളരാൻ വേണ്ടൊരു ഫാക്ടറും കൂടിയാണ്. ഒരു ഓൺട്രപ്രണർക്ക് നല്ല രീതിയിലുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കൾച്ചർ എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസൊക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഫെയിലിയേഴ്സൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, എംപ്ലോയീസിനെ നല്ല രീതിയിൽ നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, അപ്രൈസൽസ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഗിഫ്റ്റ് ത്രൂ ഒക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എംപ്ലോയീസ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ കൂടുതലും വർക്കിംഗ് കണ്ടീഷൻസ് കൂടും, അവർ ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും എന്താ പറയുക ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത് സുഖമായിട്ടുള്ളൊരു സ്റ്റെപ്പ് പോലെ നമുക്ക് വേഗം എത്താനായിട്ട് പറ്റും. ഇനി പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റുകൾ ഓരോ ദിവസവും ഇന്ന് എത്രത്തോളം വർക്ക് നടന്നു അല്ലെങ്കിൽ ഇന്ന് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റണം.
അതുപോലെ ഓരോ ദിവസത്തെ അച്ചീവ്മെൻറ്റിനെയും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും നമ്മളപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് നമ്മുടെ ബിസിനസ് ടാർഗറ്റിലേക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോളിൻ്റെ അടുത്ത്. അപ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇമെയിൽസ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് ഇമെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. നല്ല ഫുഡ്, എക്സസൈസ്, അങ്ങനെ നമ്മൾ ഹാപ്പി ആക്കുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവരണം. പിന്നെ ടൈം സ്പെൻഡ് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ അടുത്ത്. നല്ല രീതിയിലൊരു ഒപ്റ്റിമിസം വേണം. അതായത് എന്താ പറയുക, നമ്മൾ പറയില്ലേ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം. പിന്നെ സക്സസ് ആവും എന്നുള്ള ഒരു പോസിറ്റിവിറ്റി വേണം. അതുപോലെ ഫെയിലിയറിൻ്റെ ഒരു തോട്ടുകളൊന്നും വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.